സമഗ്രയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ദേ കനോട്ട് ഡാഷ് ദ ഫയർ. ദേ കനോട്ട് ഡാഷ് ദ ഫയർ. ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഓപ്ഷനിൽ പുട്ടിൻ, പുട്ട് ഓഫ്, പുട്ട് എവേ, പുട്ട് ഔട്ട്. തീ അണയ്ക്കുക എന്നർത്ഥം വരുന്ന പുട്ട് ഔട്ടാണ് ഉത്തരമായിട്ട് ഉപയോഗിക്കുന്നത്. പുട്ടുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ഫ്രൈസൽ വെർബുകളാണ്. ഒന്ന്, പുട്ട് എബൌട്ട് ടു പബ്ലിഷ്, പുട്ട് എബൌട്ട് ടു പബ്ലിഷ്, പുട്ട് അക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ്, പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ്, പുട്ട് ബാക്ക് ടു റിട്ടേൺ, പുട്ട് ഇൻ ഇൻവെസ്റ്റ്, പുട്ട് ഓഫ് പോസ്റ്റ് പോൺ, പുട്ട് ഔട്ട് ടു എക്സ്റ്റിങ്ക്വിഷ്, പുട്ട് ബൈ സേവ്, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. പുട്ട് എബൌട്ട് പബ്ലിഷ്, പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ്, പുട്ട് ബാക്ക് ടു റിട്ടേൺ, പുട്ട് ഇൻ ഇൻവെസ്റ്റ്, പുട്ട് ഓഫ് പോസ്റ്റ് പോൺ, പുട്ട് ഔട്ട് ടു എക്സ്റ്റിങ്ക്വിഷ്, പുട്ട് ബൈ സേവ്, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഗാർലൻഡ് ഓപ്ഷനിലുണ്ട്, സ്വാം, ഹേർഡ്, ക്ലസ്റ്റർ. പൂക്കളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേര് ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. അതുപോലെ സ്വാം ഓഫിനകത്ത് വരുന്നത് പ്രാണിവർഗത്തിൽപ്പെട്ട ജീവജാലങ്ങളായിട്ടുള്ള കോക്രോച്ച്, ആൻഡ്, ഫ്ലൈസ്, ബീസ് മുതലായവയാണ്. ഹേർഡ് ഓഫിനകത്ത് കൗ, ക്യാറ്റിൽ, ബഫല്ലോ, എലിഫൻറ്റ്, ഗോട്ട്, ഡിയർ, ആൻറ്റിലോപ്പ്. ക്ലസ്റ്റർ ഓഫിനകത്ത് വരുന്നത് ഐലൻഡ്, അതുപോലെ കോക്കനട്ട്. ഫ്ലവേഴ്സിൻ്റെ മറ്റ് കളക്റ്റീവ് നൗണുകളാണ് ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്, റീത്ത് ഓഫ് ഫ്ലവേഴ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. പിന്നെ ബഞ്ച് ഓഫിനകത്ത് തന്നെ ബനാന, ഗ്രേപ്സ്, കീസ് മുതലായവ വരാറുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് ഗൺ ഇൻ യുവർ ഹൗസ്. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് ഗൺ ഇൻ യുവർ ഹൗസ്. പ്രിഫിക്സ്, സഫിക്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വാക്കുകൾക്ക് മുന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് പ്രിഫിക്സ് എന്നും, എന്നാൽ വാക്കുകൾക്ക് പിന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് സഫിക്സ് എന്നുമാണ്. ഇവിടെ ലീഗൽ എന്ന് പറയുന്ന വാക്കിന് മുന്നിൽ ഇൽ എന്ന് പറയുന്ന വാക്ക് ചേർത്ത് അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇല്ലീഗലാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ വരുന്ന പ്രിഫിക്സ്, സഫിക്സുകൾക്ക് ഉദാഹരണങ്ങളാണ് എഗ്രി എന്ന് പറയുന്ന വാക്കിന് മുന്നിലായിട്ട് ഡിസ് ചേർത്ത് ഡിസ്എഗ്രി എന്ന വാക്കുണ്ടാക്കുന്നു. അതുപോലെ ക്ലോസ് എന്ന് പറയുന്ന വാക്കിന് മുന്നിലായിട്ട് പ്രിഫിക്സായ എൻ ചേർത്ത് എൻ ക്ലോസ് എന്ന വാക്കുണ്ടാക്കുന്നു. ബിഹേവ് എന്ന വാക്കിന് മുന്നിലായിട്ട് മിസ് എന്ന വാക്ക് ചേർത്ത് മിസ് ബിഹേവ് ഉണ്ടാക്കുന്നു. ഫ്രീ എന്ന് പറയുന്ന വാക്കിന് പിന്നിലായിട്ട് ഡം എന്ന വാക്ക് ചേർത്ത് ഫ്രീഡം എന്ന വാക്കുണ്ടാക്കുന്നു. ഹെൽപ്പ് എന്ന വാക്കിന് പിന്നിലായിട്ട് ഫുൾ എന്ന് പറയുന്ന വാക്ക് ചേർത്ത് ഹെൽപ്ഫുൾ ഉണ്ടാക്കുന്നു. സാഡിനോടൊപ്പം നെസ് ചേർത്ത് സാഡ്നെസ് എന്നും കെയറിനോടൊപ്പം ലെസ് ചേർത്ത് കെയർലെസ് എന്നും ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് പറയുന്ന പേര് പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് എന്നാണ്. വാക്കുകൾക്ക് മുന്നിൽ ചേർക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേര്, അക്ഷരങ്ങൾക്കോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് പ്രിഫിക്സ്. വാക്കുകൾക്ക് പിന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങൾക്കോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേര് സഫിക്സ്. നാലാമത്തെ ചോദ്യം, ഫീൽ ബ്ലൂ മീൻസ് ഡാഷ്. ഇഡിയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഫീൽ സാഡ് എന്ന ഓപ്ഷനിലുണ്ട്, ടു ടയേർഡ് എന്നുണ്ട്, ഫീൽ ലോൺലി എന്ന ഓപ്ഷനിലുണ്ട്, ഫീൽ ഹാപ്പി എന്നുണ്ട്. ഫീൽ ബ്ലൂ മീൻസ് ഫീൽ സാഡ് എന്നാണ്. ഫീൽ ബ്ലൂ മീൻസ് ഫീൽ സാഡ് എന്നാണ്. അപ്പോൾ അതുപോലെ വരുന്ന ബ്ലൂവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഇഡിയംസ് ആണ്. ബ്ലൂ ബ്ലഡ് മീൻസ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ്. ബ്ലൂ മൂൺ മീൻസ് റയർ ഇവൻറ്റ്. ബ്ലൂ മൂൺ മീൻസ് റയർ ഇവൻറ്റ്. ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ്. ബ്ലൂ ബ്ലഡ് മീൻസ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. നാലാമത്തെ ചോദ്യം, ഐ വാണ്ടിഡ് ടു അവോയ്ഡ് ഡാഷ് ഹിം. ഐ വാണ്ടിഡ് ടു അവോയ്ഡ് ഡാഷ് ഹിം. ജെറണ്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. അവോയ്ഡ് എന്ന വാക്ക് കഴിഞ്ഞാൽ ING ഉത്തരമായിട്ട് വരുന്നു. അതുപോലെ വരുന്ന വാക്കുകളാണ് അവോയ്ഡ്, ഫാൻസി, കീപ്പ്, ദർ ഈസ് നോ പോയിന്റ് ഇൻ, അതുപോലെ ഹാവ് ഡിഫിക്കൽറ്റി ഇൻ. അവോയ്ഡ്,
ഫാൻസി, കീപ്പ്, അതുപോലെ ദർ ഈസ് നോ പോയിന്റ് ഇൻ, അതുപോലെ ഹാവ് ഡിഫിക്കൽറ്റി ഇൻ മുതലായ വാക്കുകൾ കഴിഞ്ഞാൽ ing ഉത്തരമായി വരുന്നു.